സ്വിറ്റ്സർലൻഡിലെ ഇന്റർലാക്കനിൽ നിൽക്കുന്ന ഈ ഫേമസ് സ്റ്റാച്യു ബോളിവുഡിലെ കിങ് ഓഫ് റൊമാൻസ് എന്നറിയപ്പെടുന്ന ഒരു ഫേമസ് പേഴ്സണാലിറ്റിയുടേതാണ്. അതാരാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ മിക്ക മനുഷ്യരെയും സ്വിറ്റ്സർലൻഡിനോട് പ്രണയത്തിലാക്കിച്ച ഒരാളുടേതാണ് ഈ പ്രതിമ. ബോളിവുഡിലെ കിങ് ഓഫ് റൊമാൻസ് എന്ന് വിളിക്കുന്ന ശ്രീ യശ് ചോപ്രയാണ് ഈ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണുകൾ വഴിയാണ് എന്നെപ്പോലെയുള്ള മിക്ക മില്ലേനിയൽസും സ്വിറ്റ്സർലൻഡ് എന്ന മായാജാലം കണ്ടത്. സ്വിറ്റ്സർലൻഡിൻ്റെ മഞ്ഞുമൂടിയ പർവ്വതനിരകൾ, പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ, നിശബ്ദമായ തടാകങ്ങൾ, ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രണയകഥകളുടെ സ്ഥിരം പശ്ചാത്തലമായിരുന്നു. 85-ൽ ഫാസ്ലെ എന്ന സിനിമയിൽ തുടങ്ങി 89-ലെ ചാന്ദിനി, 93-ൽ ഡർ, ഇവയിലെല്ലാം വഴി സ്വിസ്സിൻ്റെ മനോഹാരിത അദ്ദേഹം ഇന്ത്യയിലെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. എന്നാൽ 95-ൽ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിലിറങ്ങിയ DDLJ ഇന്ത്യൻ സ്വിസ് ടൂറിസത്തിൻ്റെ ഒരു വലിയ നാഴികക്കല്ല് തന്നെയായിരുന്നു. DDLJയിൽ കണ്ട ആ മഞ്ഞ് മൂടിയ പർവ്വതനിരകളിലൂടെ നടക്കാൻ സ്വിറ്റ്സർലൻഡിലേക്ക് ഇന്ത്യയിൽ നിന്നും സഞ്ചാരികൾ ഒഴുകിത്തുടങ്ങി. അങ്ങനെ യശ് ചോപ്ര സ്വിറ്റ്സർലൻഡിനെ ഇന്ത്യക്കാരുടെ പ്രിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ സംഭാവനയോട് കടപ്പാട് പ്രകടിപ്പിച്ച സ്വിസ് സർക്കാർ 2011-ൽ യശ് ചോപ്രയെ ഇന്റർലാക്കൻ്റെ അംബാസഡറായി പ്രഖ്യാപിച്ചു. 2012-ൽ യശ് ചോപ്ര നമ്മളെ വേർപിരിഞ്ഞു. സ്വിറ്റ്സർലൻഡിനെ ഇത്രയും മനോഹരിയായി തൻ്റെ സിനിമകളിലൂടെ ലോകത്തെ കാണിച്ച ശ്രീ യശ് ചോപ്രയോടുള്ള നന്ദി സൂചകമായി 2016-ൽ ഈ വെങ്കല പ്രതിമ ഇന്റർലാക്കനിൽ സ്ഥാപിച്ചു. ക്യാമറയുമായി നിൽക്കുന്ന യശ് ചോപ്ര അദ്ദേഹം സ്നേഹിച്ച സ്വിസ് പ്രകൃതി സൗന്ദര്യത്തെ എന്നും പകർത്തുന്ന ഒരു ചിഹ്നമായി ഈ പ്രതിമ ഇനി എന്നും ഇവിടെ ഉണ്ടാകും. അപ്പോൾ സ്വിറ്റ്സർലൻഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്റർലാക്കൻ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ യശ് ചോപ്ര ജീനെ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്.